പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ നേതൃത്വം നൽകി. പാലാ ടൗണിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നഗരത്തിലെ വിവിധ റോഡുകളിൽ വെള്ളം കയറി. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുമുണ്ടായി. ബുധനാഴ്ച രാവിലെ വെള്ളമിറങ്ങിയപ്പോൾ ചെളിയും വേസ്റ്റും നിറഞ്ഞ് പൊതുവിടങ്ങൾ വൃത്തിഹീനമായി. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നലെ പെട്ടെന്ന് പാലായിലുള്ള അവിചാരിതമായ മഴ തുടങ്ങിയ പാലാ നഗരവും കൊട്ടാരമറ്റം ബസ്സായിട്ടുമെല്ലാം വെള്ളത്തിലായി. കളക്കാർക്കും ജീവനക്കാർക്കും അതോടൊപ്പം യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പാഞ്ഞെത്തിയ വെള്ളം ഈ കൊട്ടാരത്തിൽ സംഭരിച്ചപ്പോൾ അവിടെ വളരെ ഈ ചെളികളും എക്കലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. വണ്ടിക്ക് വിട്ടില്ല, ഒരു യാത്രക്കാരന് പോലും നടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. അല്ലാതെ ഇന്ന് രാവിലെ മുനിസിപ്പൽ തൊഴിലാളികൾ ആയിരുന്നു മറ്റ് ഇവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അതിന് ദിവസങ്ങളിലും മഴ പ്രതീക്ഷിക്കാം. ഓർഡർ അടങ്ങുന്നതായ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതെന്തായാലും കുറച്ചാനുള്ള നടപടി ഉണ്ടാകും. വൈസ് ചെയർമാൻ ലീല സണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു കൊല്ലമർമിൽ, സാവിയോ കാവുകാട്ട്, കൗൺസിലർ ജോസ് ചീരാങ്കുഴി, പാലാ ഫയർഫോഴ്സ്, പാലാ പോലീസ്, നഗരസഭാ ജീവനക്കാർ, ബസ് തൊഴിലാളികൾ തുടങ്ങിയവർ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിൽ പങ്കാളികളായി. i4u ന്യൂസ്, പാലാ.